ഷെയ്ഖ് സായിദ് ഗ്രാൻഡ് മോസ്ക്. നമ്മള് എല്ലാരും കൂടെ അങ്ങോട്ട് പോവാണ്. ആര് വന്നാലും നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പോകുന്ന ഒരു സ്ഥലം അതാണ്. അപ്പൊ നമുക്ക് പോയിട്ട് അവിടുത്തെ വിശേഷങ്ങൾ ബാക്കി പറയാം, അവിടുത്തെ കാഴ്ചകൾ കാണാം. ഓക്കെ, അപ്പോ പോയിട്ട് വരാം. അങ്ങനെ പിള്ളേർ ഉറങ്ങി എണീറ്റതിൻ്റെ ശേഷമാണ് നമ്മൾ റെഡിയായിട്ട് പുറത്തേക്ക് ഇറങ്ങിയിട്ടാ. അവർ എണീറ്റപ്പോഴേക്കും ഒരു 6 മണിയാവാറുണ്ടായിരുന്നു. അപ്പോൾ താഴത്തെ കണ്ണൂരിൽ നിന്ന് നമ്മൾ ചായ കുടിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു, കാരണം ഈവനിങ് ആയിട്ടുണ്ടായിരുന്നല്ലോ. അങ്ങനെ അവർ താഴെ ഇറങ്ങി ഭയങ്കര കളിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ ഈ സമയമാകുമ്പോഴേക്കും ഇവിടെ കുറച്ച് ഇരുട്ടാവും, തണുപ്പ് കാലമായതുകൊണ്ട്. അങ്ങനെ പിന്നെ നമ്മൾ ടാക്സി എല്ലാം ബുക്ക് ചെയ്തു. കാരണം ഇവിടുത്തെ നോർമൽ ടാക്സിയിൽ 4 പേരെ അലോ ചെയ്യുള്ളൂ അവർ. അപ്പോൾ ഞങ്ങൾ 5 പേരും കൂടെ 2 ചെറുതുങ്ങളുള്ളതുകൊണ്ട് നമ്മൾ വലിയ ടാക്സി ബുക്ക് ചെയ്തിട്ടാണ് പോയത്. ടാക്സിയുടെ ഉള്ളിലും ഇതേപോലെ കുറച്ച് കളികളും കാര്യങ്ങളൊക്കെ ആയിരുന്നു അവർക്ക്. അങ്ങനെ ഇതാ നമ്മൾ ഗ്രാൻഡ് മോസ്കിൽ എത്താറായി. അങ്ങനെ നമ്മൾ വണ്ടിയിൽ പോകുന്ന സമയത്ത് ഗ്രാൻഡ് മോസ്കിൻ്റെ അടുത്തെത്തുമ്പോഴുള്ള ഒരു വ്യൂ ആണിത് കേട്ടോ. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വ്യൂ ആണ്. കാരണം എന്തൊരു ഭംഗിയാണെന്നറിയോ കാണാൻ വേണ്ടിയിട്ട് ആ പള്ളി, ആ ഒരു ലൈറ്റ്സിൽ അങ്ങനെ നോക്കുന്ന സമയത്ത്. പിന്നെ ഇതെല്ലാവരെയും ഒരു അട്രാക്റ്റ് ചെയ്യുന്ന ഒരു ഇതാട്ടോ. നമ്മളൊരു മുട്ട ഇങ്ങനെ പകുതിയാക്കി വെച്ചിട്ടുണ്ടാവില്ലേ, അതേ ഒരു ഷേപ്പിലുള്ള ഇതൊരു മോളിൻ്റെ എൻട്രൻസ് ആണ്. ഇതുവഴി ബേസ്മെൻറ്റിലാണ് ഇതിൻ്റെ മോളും കാര്യങ്ങളും ഉള്ളത്. സോ നമ്മൾ ലിഫ്റ്റ് വഴി താഴോട്ട് പോകും. ആ പോകുന്ന വഴിക്കൊക്കെ നല്ല രസമാട്ടോ കാണാൻ. ഇതിൻ്റെ ഇൻറ്റീരിയേഴ്സൊക്കെ അടിപൊളിയാണ്. അങ്ങനെ നമ്മൾ ലിഫ്റ്റിൽ കയറി, ലിഫ്റ്റിൽ താഴെ ഇറങ്ങിയാലാണ് ബേസ്മെൻറ്റിലാണ് മോളും കാര്യങ്ങളും എല്ലാം വരുന്നത്. അങ്ങനെ അതാ ലിഫ്റ്റ് വഴി താഴെ ഇറങ്ങിക്കഴിഞ്ഞൊരു മോളാണുള്ളത്. ഈ മോളിൽ നിന്ന് നമ്മൾ കുറച്ച് നടന്ന് ഒരറ്റത്ത് പോയിട്ട് അവിടുന്ന് നമ്മൾ ടിക്കറ്റും കാര്യങ്ങളും എടുക്കണം. ടിക്കറ്റ് ഫീസും കാര്യങ്ങളൊന്നുമില്ല, പക്ഷേ നമ്മളവിടെ രജിസ്റ്റർ ചെയ്യണം. നമ്മുടെ IDസും കാര്യങ്ങളെല്ലാം വെച്ചിട്ട് നമ്മൾ രജിസ്റ്റർ ചെയ്യണം. അങ്ങനെ ചന്തു അതെല്ലാം ചെയ്തു. ഞങ്ങൾ സ്കാർഫെല്ലാം ധരിച്ചിട്ട് നമ്മൾ പള്ളിയിലോട്ട് പോവാണ്. അപ്പോൾ ഇവിടുന്ന് പോവാൻ വേണ്ടിയിട്ട് നമുക്കൊരു ഇലക്ട്രിക് കാർ ഉണ്ടായിരിക്കും ഇവിടെ. ആ കാറിൻ്റെ പേര് ക്ലബ് കാസ് എന്നാണ്. ഈ ക്ലബ് കാസിലാണ് നമ്മൾ മോസ്കിൻ്റെ അടുത്തോട്ട് പോയത്. കാരണം മോളിൽ നിന്ന് മോസ്കിലോട്ട് കുറച്ച് ദൂരമുണ്ട്. അപ്പോൾ നമ്മൾ ക്ലബ് കാസിലാണ് അങ്ങോട്ട് പോയത്. നല്ല രസമാട്ടോ, ഒരു ഓപ്പൺ കാറിൻ്റെ ഉള്ളിലിരുന്ന് യാത്ര ചെയ്യുന്ന പോലെ ഉണ്ടാവുക ഫീല്. അങ്ങനെ നമ്മൾ പിന്നെയും ലിഫ്റ്റ് വഴി മുകളിലെത്തി. ഇവിടെ നല്ലൊരു ആംബിയൻസ് ആയിരുന്നു ഈ നൈറ്റ്, ഈ ഒരു ടൈമിൽ. പിന്നെന്താണെന്ന് വെച്ചാൽ ഭയങ്കര റഷായിരുന്നു കേട്ടോ, ഭയങ്കര റഷായിരുന്നു. അപ്പോൾ ഇതാണ് UAE തന്നെ ഏറ്റവും ലാർജസ്റ്റ് ആയിട്ടുള്ള മോസ്ക്, ഷെയ്ഖ് സായിദ് മോസ്ക് ഗ്രാൻഡ് മോസ്ക്. എന്തൊരു ഭംഗിയാണെന്നറിയോ ഇത് കാണാൻ വേണ്ടിയിട്ട്. എന്തൊരു സ്പേഷ്യസ് ആയിട്ടുള്ള സ്ഥലമാണെന്ന് അറിയാം. അപ്പോൾ ഞാൻ അവിടെ എത്തിയപ്പോൾ പറയായിരുന്നു ഉമ്പാട്ടീനെ പ്രാർത്ഥിക്കുകയെന്ന് പറഞ്ഞപ്പോൾ അമ്പാളു പ്രാർത്ഥിക്കുന്നതാണ് ആ കാണുന്നത്. ഉമ്പാട്ടീനെ പ്രാർത്ഥിക്കുക പറഞ്ഞാൽ അപ്പം ഇങ്ങനെ പ്രാർത്ഥിക്കുക. അവിടെ ബാങ്ക് കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അമ്പാളുവിനോട് പറയുമായിരുന്നു പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഈ ഒരു മോസ്കിന് എല്ലാവർക്കും അട്രാക്റ്റീവായിട്ട് തോന്നുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഏത് റിലീജിയനിലുള്ള ആൾക്കാർക്കും കയറാം. അങ്ങനത്തെ യാതൊരു റിലീജിയസ് ആയിട്ടുള്ള പ്രശ്നവും കാര്യങ്ങളൊന്നും വരുന്നില്ല. പിന്നെ ഇവിടുത്തെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ ലേഡീസ് ആണെങ്കിൽ ഫുൾ സ്ലീവ് ഡ്രസ്സും തലയിൽ സ്കാർഫും നിർബന്ധമാണ്. പിന്നെ ലൂസ് ഫിറ്റുള്ള ഡ്രസ്സാണ് ധരിക്കുന്നത്. പിന്നെ നിങ്ങൾ ഈ കാണുന്ന ഈ പില്ലേഴ്സില്ലേ, ഇതേപോലത്തെ ഒരു 1192 പില്ലേഴ്സ് ഇവിടെ ഉണ്ടെന്നാണ് കണക്കുകൾ പ്രകാരം പറയുന്നത്. പിന്നെ ഇതിൻ്റെ ഒരു ഹിസ്റ്റോറിക്കൽ പാർട്ടൊക്കെ പറയുകയാണെങ്കിൽ ഇത് 1994 തൊട്ടിട്ട് 2007 ഈ ഒരു കാലയളവിലാണ് ഈ മോസ്കിൻ്റെ പണി മൊത്തം തീർന്നത്. അത്രയും കാലതാമസം എടുത്തിട്ട് ചെയ്തൊരു മോസ്കാണ്. അതിൻ്റേതായ ബ്യൂട്ടി അതിൽ കാണാനുണ്ട്. പിന്നെ ഡിസംബർ 2007 ഇതിൻ്റെ ഇനോഗ്രേഷനും കാര്യങ്ങളും കഴിഞ്ഞത്. പിന്നെ ഇവർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം 40,000-ഓളം വിസിറ്റേഴ്സിനെ ഒരേ ടൈമിൽ ഈ പള്ളിയിൽ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുമെന്നാണ് പറയുന്നത്. മേ ബി ട്രൂ ആയിരിക്കും, കാരണം അത്രയും ഒരു സ്പേഷ്യസ് ആണ്. പിന്നെ ഇവിടെ ഒരു വലിയൊരു കാർപ്പറ്റ് ഉണ്ട് കേട്ടോ. ആ ഒരു കാർപ്പറ്റ് ഇറാനിൽ നിന്ന് കൊണ്ടുവന്ന കാർപ്പറ്റാണ്. അത് ഏകദേശം അതൊരു ഹ്യൂജ് ഒറ്റ പീസ് കാർപ്പറ്റാണ്, അത്രയും വലുതാണ്. അത് ഏകദേശം 2 പ്ലെയിനിലാണ് ഇറാനിൽ നിന്ന് ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നതെന്നാണ് പറയപ്പെടുന്ന ഒരു കാര്യം. പിന്നെ ഏകദേശം 30,000 വർക്കേഴ്സും 40 കമ്പനീസും എല്ലാവരും കൂടിയിട്ടാണ് ഈ മോസ്കിൻ്റെ കൺസ്ട്രക്ഷൻ സമയത്ത് അത്രയും ആൾക്കാർ ചേർന്നിട്ടാണ് ഈ മോസ്കിൻ്റെ
പണിയും കാര്യങ്ങളൊക്കെ ചെയ്തത്. അപ്പം ഞങ്ങൾ ചെന്ന സമയത്ത് ഭയങ്കര റഷായിരുന്നു, നല്ല തിരക്കുണ്ടായിരുന്നു. ഇവിടെ ഇങ്ങനെ ഭ്രാന്ത് പിടിച്ചിരിക്കുന്ന ഒരു അമ്പാൾ ഇവിടെ, അടുത്ത ഭ്രാന്തൻ ഇവിടെ, നല്ല ബുദ്ധിയില്ല ഞങ്ങൾ കുറച്ച് പേര് ഇവിടെ. പിന്നെ ഡിഫറെൻറ്റ് കൺട്രീസിൽ നിന്നൊക്കെ ഇമ്പോർട്ട് ചെയ്ത മെറ്റീരിയൽസ് കൊണ്ടാണ് ഈ മോസ്കിൻ്റെ പണി മൊത്തം തീർത്തത്. മാർബിൾസ് ആണെങ്കിലും കാണാനൊക്കെ, അവിടുത്തെ ലൈറ്റ്സൊക്കെ ആണെങ്കിലും കാണാനൊക്കെ ഭയങ്കര ബ്യൂട്ടിഫുള്ളായിരുന്നു കേട്ടോ. പിന്നെ ഈ മോസ്കിൻ്റെ പണി ചെയ്തത് ഷെയ്ഖ് സായിദ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൂളറായിരുന്നു, ഇവിടുത്തെ ഫസ്റ്റ് റൂളറായിരുന്നു. ഷെയ്ഖ് സായിദ് ബിൻ സുൽത്താൻ അൽ നഹിയാൻ എന്ന് പറഞ്ഞ റൂളറായിരുന്നു ഈ മോസ്കിൻ്റെ പണിയെല്ലാം കഴിപ്പിച്ചത്. ആൻഡ് അദ്ദേഹം 2004 മരിച്ച സമയത്ത് അദ്ദേഹത്തിൻ്റെ ഖബർ അടക്കിയിരിക്കുന്നതും ഈ മോസ്കിൽ തന്നെയാണ്. അങ്ങനെ നമ്മളുടെ അവിടുത്തെ മോസ്ക് വിസിറ്റൊക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ച് റിട്ടേൺ പോവാണ്. സോ പിള്ളേഴ്സ് രണ്ടും കുറച്ച് അലമ്പായതുകൊണ്ട് തന്നെ നമ്മൾ അധികം നേരം അവിടെ നിൽക്കാണ്ട് വേഗം പുറത്തോട്ട് ഇറങ്ങിയിട്ടോ. കാരണം 2 പേർക്കും താഴെ ഇറങ്ങി കളിക്കണം എന്ന് പറഞ്ഞിട്ട് ഭയങ്കര വാശിയായിരുന്നു. ഭയങ്കര റഷായതുകൊണ്ട് നമുക്കങ്ങനെ താഴെ അധികം ഇറക്കി വിടാനും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഞങ്ങളുടെ കച്ചറാസ് ഉണ്ട്, കച്ചറാസ് കണ്ട് ചേച്ചീനെ കണ്ട് അത് വീണു. അങ്ങനെ നമ്മുടെ മോസ്ക് വിസിറ്റൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ റിട്ടേൺ പോകുമായിരുന്നു. അപ്പോൾ ഈ ഒരു എസ്കലേറ്റർ പോലുള്ള ഈ സംഭവത്തിൽ ഉണ്ടാപ്പൂന് ഭയങ്കര ഇഷ്ടമായിട്ട് അവൾ അതിൽ ഒറ്റയ്ക്ക് ഓടി കളിക്കാൻ വേണ്ടിയിട്ട് നോക്കുമായിരുന്നു കേട്ടോ. അങ്ങനെ കുറച്ച് വീഴലും പിടിക്കലും ഒക്കെ ആയിട്ട് അങ്ങനെ കുറച്ച് സമയം അതങ്ങനെ പോയി, കളിയും കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പം നമ്മൾ പോകുന്ന വഴിക്ക് കുറേയധികം ഷോപ്പുകളുണ്ട്, ഇങ്ങനെ ഓരോ ബുക്സ് കാര്യങ്ങൾ, അതേപോലെ തന്നെ കീ ചെയിൻസ്, അബുദാബിത്തെ ദുബായിത്തൊക്കെ കീ ചെയിൻസ്, അതേപോലെ തന്നെ ഷോ പീസുകൾ, പിന്നെ ഫ്രിഡ്ജ് മാഗ്നറ്റ്സ്, ഫോട്ടോസൊക്കെ വെച്ച ഒരുപാട് ഷോപ്പുകളും കാര്യങ്ങളുണ്ട്. പിന്നെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കുറേ ലൈറ്റ്സും കാര്യങ്ങളൊക്കെ ആ ഷോപ്പിലുണ്ട് കേട്ടോ. അപ്പോൾ അതെല്ലാം കണ്ടപ്പോൾ ഞാൻ ചുമ്മാ അതൊക്കെ ക്യാപ്ചർ ചെയ്തെടുത്തു. പിന്നെ ഈ പള്ളിയുടെ തന്നെ മിനിയേച്ചർ ഫോംസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അവിടെ. അങ്ങനെ അതെല്ലാം കണ്ട് നമ്മൾ നടന്നു വരുന്ന സമയത്ത് ദാ നിൽക്കുന്നു മരുഭൂമിയിലെ ഒരു വലിയ ഒട്ടകത്തിൻ്റെ രൂപം. പിന്നെ ഈ പള്ളിയുടെ തന്നെ 3 മിനിയേച്ചർ ഉണ്ട്. ഇത് അബുദാബി ഗ്രാൻഡ് മോസ്കിലെ മിനിയേച്ചറാണ്. ഇനി കാണാൻ പോകുന്നത് അലൈനിലെ പള്ളിയുടെ മിനിയേച്ചറാണ്. ആൻഡ് മൂന്നാമത് ഉണ്ടായിരുന്ന മിനിയേച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുജൈറയിലുള്ള ഈ ഗ്രാൻഡ് മോസ്കിൻ്റെ മിനിയേച്ചറായിരുന്നു. ഈ 3ഉം കാണാൻ നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പോൾ അത് നേരിട്ട് കാണാൻ ഇത്രയും ബ്യൂട്ടിഫുൾ ആയിരിക്കും. നമ്മൾ അവിടുത്തെ പരിപാടിയെല്ലാം കഴിഞ്ഞ് നമ്മൾ എക്സിറ്റ് വഴി ഇതാ നമ്മൾ പുറത്തോട്ട് പോവാണ്. പോകുന്ന സമയത്ത് ചെറുത് കച്ചറയായിട്ട്, ശംഖു കച്ചറയായിട്ട് എൻ്റെ മേത്ത് തന്നെയായിരുന്നു. അപ്പോൾ കുട്ടാപ്പൂനും എൻ്റെ കൈ പിടിച്ച് നടക്കണം, ചേച്ചിയുടെ കൈ പിടിച്ച് നടക്കാമെന്ന് പറഞ്ഞിട്ട് രണ്ടാളും കൂടെ എൻ്റെ അടുത്ത് തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. അങ്ങനെ ഇതാണ് പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങിയുള്ള വ്യൂ. അപ്പം ഞാൻ അവിടെ നിന്ന് എടുത്ത കുറച്ച് ഫോട്ടോസൊക്കെ ആഡ് ചെയ്യാം. അധികം ഫോട്ടോസൊന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ, ചെറുതങ്ങൾ കച്ചറയാക്കിയിട്ട്. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നമ്മുടെ സ്ഥിരം സ്പോട്ടായ ഇടുക്കി ഗോൾഡിലോട്ട് വന്നു ഡിന്നർ കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഫസ്റ്റ് ചെന്നപ്പോൾ തന്നെ നമുക്ക് ഷമാമാണ് അവർ വെൽക്കം ഡ്രിങ്ക് ആയിട്ട് തന്നത്. ചെറുത് നല്ല ഉറക്കമായിരുന്നു. കുട്ടാപ്പ അവിടെ ഇരുന്നിട്ട് സ്ട്രോബെറി കഴിക്കുന്നുണ്ടായിരുന്നു. സോ നമ്മൾ സ്റ്റാർട്ടറായിട്ട് ഹമൂർ ഫിഷും, പിന്നെ അതേപോലെ തന്നെ ഞാൻ ആ ഹമൂർ കഴിക്കാത്തതുകൊണ്ട് തന്നെ നമ്മൾ എന്താ പറയുന്നത്, ഗ്രിൽഡ് ചിക്കനായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ആ 2 സ്റ്റാർട്ടേഴ്സും വന്ന് നമ്മളത് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഉണ്ടാക്കി എണീറ്റു. അങ്ങനെ ശങ്കുണ്ണി എണീറ്റപ്പോൾ ശങ്കുണ്ണിക്ക് കുറച്ച് ജ്യൂസും കാര്യങ്ങളൊക്കെ കൊടുത്തു. അത് കഴിഞ്ഞ് നമ്മൾ ബീഫ് സിസ്ലർ പറഞ്ഞിട്ടുണ്ടായിരുന്നു, വെള്ളയപ്പം പറഞ്ഞിട്ടുണ്ടായിരുന്നു, നൂൽപ്പിട്ട്, പിന്നെ നൂൽ പൊറോട്ട, ചിക്കൻ ചിക്കൻ കറി, ഇടുക്കി ഗോൾഡ് സ്പെഷ്യൽ ചിക്കൻ കറി പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെന്താ ഇതൊക്കെ തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഉണ്ടാപ്പോൾ വെള്ളപ്പം കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ
ഇതാ വെള്ളപ്പം കഴിച്ച് കഴിഞ്ഞിട്ട് അമ്പാൾ അവളുടെ സ്ട്രോബെറിയും കൊണ്ടിരുന്നു. കുറച്ച് സ്ട്രോബെറി നമ്മൾ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൾ അതിരുന്ന് കഴിച്ചു. പിന്നെ ചെറിയച്ഛനും മോനും കൂടിയിട്ട് അവിടെ ഇരുന്ന് ഭയങ്കര കളിയായിരുന്നു. അങ്ങനെ ലാസ്റ്റ് നമ്മളൊരു നന്നാരി സർബത്തും വാങ്ങി ഇതാ ഇടുക്കി ഗോൾഡിനോട് ബൈ ബൈ പറഞ്ഞു. അല്ല, എൻ്റെ കയ്യിലൊരു സ്ട്രോളർ ഉണ്ട്, നിന്റെ കയ്യിൽ കൊച്ചുണ്ട്. അപ്പൊ അങ്ങനെ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ റൂമിലെത്തി. അവരങ്ങനെ ഹോട്ടൽ റൂമിലേക്ക് പോയി. ഞങ്ങൾ എന്നിട്ട് ഞങ്ങളുടെ സ്ഥിരം പരിപാടി മാങ്ങ മുറിച്ചിട്ട് കഴിക്കാൻ തുടങ്ങി. അപ്പോൾ ഒരു ഫിലിമൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ആ ഫിലിമും കണ്ട് മാങ്ങയും കഴിച്ചിട്ട് അങ്ങനെ ഇരിക്കുകയായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. മേമയുടെയും മോളുടെയും കളികളോട് കൂടിയിട്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. സോ ബൈ.